പ്രണവത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വാരം പറഞ്ഞിരുന്നത്. പ്രണവത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ വാരവും. പ്രണവത്തിൽ മായാചിഹ്നമായുള്ള ഇകാരം അന്തർഭവിച്ച് കിടക്കുന്നത് പോലെ തന്നെ ഖുറാനിലെ ബിസ്മില്ല എന്നുള്ളതായിരിക്കുന്ന ശബ്ദത്തിലും സ്ത്രീത്വ ചിഹ്നമായ ഹേകാരം ഉൾക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇസ്ലാം മതത്തിൽ അറിവുള്ളതായിരിക്കുന്ന തത്വജ്ഞാനികൾ പറയുന്നുണ്ട്. ബിസ്മില്ല എന്ന ശബ്ദത്തെ വിഭജിച്ചാൽ അതിൽ നിന്ന് അള്ളായുടെ പേര് 2 എന്നതാണെന്ന് കാണാം. അള്ളാ എന്ന പേര് തന്നെ പ്രപഞ്ച സൃഷ്ടിക്ക് ഹേതുഭൂതമായ പരസ്പര വിരുദ്ധവും സർവത സംയുക്തവുമായ 2 ശക്തിയുടെ ഏകീഭാവമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ടത്രേ. പുരുഷത്വ ചിഹ്നമായ അലിഫ് എന്നും സ്ത്രീത്വ ചിഹ്നമായ ഹേ എന്നുമുള്ളതായിരിക്കുന്ന 2 അക്ഷരത്തിൻ്റെ സംയോഗത്തിൽ നിന്നുണ്ടായ അള്ളാ എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഒരേ വസ്തുവിശേഷത്തെ തന്നെ തിരിച്ചും മറിച്ചും എടുത്തു കാണിക്കുന്നു. അതിനാൽ ആ ശബ്ദത്തെ ചില സൂഫികൾ ചെയ്തിട്ടുള്ള വിധം അവനെന്നും അവളെന്നും രൂപാന്തരപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ ഭാഷാന്തരപ്പെടുത്താവുന്നതാണ്. പ്രണവത്തെ ജഗത്തായി കൽപ്പിക്കുമ്പോൾ അകാരം ഈശ്വരനും ഉകാരം മൂലപ്രകൃതിയും മകാരം ശക്തിയുമായിരിക്കും. അപ്പോൾ പ്രണവം ഈശ്വരൻ്റെയും ഈശ്വരിയുടെയും